ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുജീബ്. ഫ്രെയിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കൊരു ആവേശം തന്നെയാണ് ഗ്രാൻഡ് മോസ്കിൽ പോയിട്ട് നോമ്പ് തുറക്കുക എന്ന് പറയുന്നത്. UAE വൺ ഓഫ് ദി മോസ്റ്റ് ടൂറിസ്റ്റ് വിസിറ്റഡ് സ്ഥലം കൂടിയാണ് ഗ്രാൻഡ് മോസ്ക്. ഗ്രാൻഡ് മോസ്ക് അബുദാബിയിലാണ്. UAE വന്ന് ഓരോരുത്തരും ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യാതെ പോവാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഗ്രാൻഡ് മോസ്കിൽ പോയിട്ട് നോമ്പ് തുറക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. ഞാനും സമീർ ഭായിയും പ്രവീണും ഒപ്പം തന്നെ സഹലും ദുബായിൽ നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ്, നമ്മുടെ സമീർ ഭായിയുടെ ലാൻഡ് ക്രൂസറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആട്ടവും കിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആയോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇഫ്താറിൽ പങ്കെടുക്കാം. ഇപ്പോൾ സമയം 4:15 കഴിഞ്ഞിരിക്കുന്നു. പിന്നെ UAE ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. അബുദാബിയിലേക്ക് പോകുന്ന വഴി ദുബായിലെ ജബലലിയിലുള്ള ലാസ്റ്റ് എക്സിറ്റിൽ കയറി കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ യാത്ര പുനരാരംഭിച്ചത്. ദുബായിൽ നിന്ന് അബുദാബി ഗ്രാൻഡ് മോസ്കിലേക്ക് ഏകദേശം 147 കിലോമീറ്റർ ദൂരമുണ്ട്. 140 കിലോമീറ്റർ വേഗപരിധിയിൽ കാർ ഓടിച്ചു പോയാൽ നമുക്ക് 1 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. അങ്ങനെ 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് അബുദാബിയിലെ മത്ത ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ഗ്രാൻഡ് മോസ്കിലെത്താം. അങ്ങനെ നമ്മൾ മോസ്കിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ചകലെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പാർക്കിംഗ് എല്ലാം ഫുൾ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കണം. പള്ളിയുടെ റൈറ്റ് സൈഡിലുള്ള സ്ഥലത്താണ് ഇഫ്താറിനുള്ള സീറ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും വേറെ വേറെ സ്ഥലത്താണ് സീറ്റുകൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. മോസ്കിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുമ്പായി സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാം. കുറച്ച് നടന്നു ചെന്നപ്പോൾ പള്ളിയുടെ ഒരു ഭാഗത്ത് UAEയുടെ പാരമ്പര്യമായ പീരങ്കി കാണാം. ഈ പീരങ്കി ശബ്ദമൊഴുക്കിയാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതും നോമ്പ് തുറക്കുന്നതും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ. എല്ലാവർക്കും ഗ്രാൻഡ് മോസ്കിൽ വന്ന് നോമ്പ് തുറക്കുക എന്നത് ഒരു നൊസ്റ്റാൾജിക് തന്നെയായിരിക്കും. ഒരുപാട് പേര് ഇഫ്താറിനായിട്ട് ഇങ്ങോട്ട് വരുന്നത് കാണാം. എല്ലാവരെയും വളരെ കൃത്യമായി ഗൈഡ് ചെയ്യുന്ന വളണ്ടിയർമാരെയും നമുക്കിവിടെ കാണാം. ഇവിടെ എവിടെ നോക്കിയാലും വലിയ തിരക്കാണ്. പക്ഷേ ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ടാണ് എല്ലാവരും നോമ്പ് തുറക്കാൻ ഇരിക്കുന്നത്. ഓരോ സൈഡിലും ആളുകൾ ഫില്ലായി വരുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളിയിലിരുന്ന് നോമ്പ് തുറക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെ നമ്മളും ഇഫ്താറിനുള്ള ഇരിപ്പിടത്തിലെത്തി. എല്ലാവർക്കും ഓരോ ബോക്സാണ് ഇവിടെ നൽകുന്നത്. മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, സലാഡ്, സൂപ്പ്, ആപ്പിൾ, പഴം, ഈത്തപ്പഴം, ജ്യൂസ്, ലബാൻ, വെള്ളം, ഇവയെല്ലാമാണ് ഒരാൾക്ക് ഒരു ബോക്സിലുള്ളത്. മസാലക്കൂട്ട് വളരെ കുറച്ച് വേവിച്ചെടുക്കുന്ന മീറ്റ് തന്നെയാണ് വിളമ്പുന്നത്. നാവിൽ അരുചി തോന്നാത്ത വിധമാണ് എരിവിൻ്റെയും പുളിയുടെയും ഉപ്പിൻ്റെയും ഉപയോഗം. വിവിധ രാജ്യക്കാർ ശാന്തമായി ഒരേ മനസ്സോടെ നോമ്പ് തുറക്കുന്നത് അത് ഇവിടെ തന്നെ കാണാൻ കഴിയുകയാണ്. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എത്ര പേര് വന്നാലും അവർക്കെല്ലാം ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ വളണ്ടിയർമാർ ഓരോ ഇരിപ്പിടങ്ങളും എല്ലാം ക്ലീൻ ആക്കുന്ന തിരക്കിലാണ്.
നോമ്പുതുറയെല്ലാം കഴിഞ്ഞ് എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും നിസ്കരിക്കാൻ വേണ്ടി ഒതു എടുക്കാൻ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. മഗ്‌രിബ് നിസ്കാരവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പള്ളിയുടെ ഫോട്ടോകളെല്ലാം എടുത്ത് നേരെ വണ്ടിയിലേക്ക്, ഇനി നേരെ ദുബായിലേക്ക്. അവസാനം ഇഫ്താറും മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒറ്റ കാര്യമേ മനസ്സിൽ ഓർമ്മ വരികയുള്ളൂ: എല്ലാത്തിനും അൽഹംദുലില്ലാ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ അറിയിക്കുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.